നമസ്കാരം. ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കൗമാരകാലം പെൺകുട്ടികളുടെ ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഹോർമോണുകളായ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിൻ്റെ ഫലമായി സ്തനങ്ങൾ വളരുന്നു. സ്തനങ്ങളിൽ ചിലപ്പോൾ വേദനയും സ്നിഗ്ധത അഥവാ ടെൻഡർനെസ് അനുഭവപ്പെടുന്ന പോലുള്ള മാറ്റങ്ങളുണ്ടാകാം. ചിലപ്പോൾ ചെറിയ മുഴ പോലുള്ള ഘടനകളും ഉണ്ടാകാം. ഇത് പൊതുവേ സാധാരണവും പലപ്പോഴും അപകടകാരിയല്ലാത്തതുമായ അവസ്ഥകളാണ്. എങ്കിലും പലപ്പോഴും യുവതികളിലും കൗമാരക്കാരിലും ഇത്തരം ചെറിയ മാറ്റങ്ങളും വേദനയും വലിയ ആശങ്കകൾക്ക് കാരണമാകാറുണ്ട്. അത്തരം സാഹചര്യത്തിൽ സ്തനാരോഗ്യത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്നത് വളരെ പ്രധാനമാണ്. ഏത് മാറ്റങ്ങൾ സാധാരണമാണ്, ഏത് ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് തിരിച്ചറിയുവാൻ ഇത് സഹായിക്കും. ഇത് ചെറിയ പ്രശ്നങ്ങൾ പോലും നേരത്തെ കണ്ടെത്തുവാനും അതിലൂടെ വലിയ പ്രതിസന്ധികൾ ഒഴിവാക്കുവാനും സാധിക്കും. സ്തനവേദനയ്ക്ക് എന്താണ് കാരണം? ഇത് അപകടകരമാണോ? ഏത് സാഹചര്യമാകുമ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത്? ഇത്തരം പ്രധാനപ്പെട്ട സംശയങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ലക്ഷ്യം. പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓണാക്കിയിടുക. ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാസ്റ്റാൾജിയ എന്നും അറിയപ്പെടുന്ന സ്തനവേദനയെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. സാധാരണയായി ആർത്തവ ചക്രവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന അസ്വസ്ഥതയെ സൂചിപ്പിക്കുന്ന ചാക്രിക സ്തനവേദന അഥവാ സൈക്ലിക് സ്തനവേദന. മറ്റൊന്ന് ആർത്തവ ചക്രവുമായി ബന്ധപ്പെട്ട അല്ലാതെ മറ്റ് അടിസ്ഥാന കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചാക്രികമല്ലാത്ത സ്തനവേദന അഥവാ നോൺ സൈക്ലിക് സ്തനവേദന എന്നിങ്ങനെ രണ്ട് തരത്തിലുണ്ട്. കൃത്യമായ രോഗനിർണയത്തിനും ഉചിതമായ ചികിത്സയ്ക്കും ഈ രണ്ട് തരം വേദനകളെയും വേർതിരിച്ചറിയുക എന്നത് നിർണായകമാണ്. അതിനാൽ തന്നെ സ്തനവേദന ചാക്രികമാണോ അതോ ചാക്രികമല്ലാത്തതാണോ എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇവയുടെ കാരണങ്ങളും ചികിത്സാ സമീപനങ്ങളും വ്യത്യസ്തമാണ്. സൈക്ലിക് മാസ്റ്റാൾജിയ എന്നും അറിയപ്പെടുന്ന ചാക്രിക സ്തനവേദന അഥവാ സൈക്ലിക് സ്തനവേദന ആർത്തവ ചക്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സ്തനവേദനയെ സൂചിപ്പിക്കുന്നു. സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും സാധാരണമായ സ്തനവേദനയാണിത്. സൈക്ലിക് സ്തനവേദന മിക്കവാറും അണ്ടോൽപാദന സമയത്തോടനുബന്ധിച്ച് വേദന ആരംഭിക്കുകയും ഏതാണ്ട് ആർത്തവ ചക്രം ആരംഭിക്കുന്നതുവരെ ഈ വേദന നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. അതായത് ആർത്തവത്തിന് ഒരാഴ്ച മുൻപ് വേദന അനുഭവപ്പെട്ടു തുടങ്ങുകയും ആർത്തവം തുടങ്ങിയ ശേഷമോ അല്ലെങ്കിൽ ആർത്തവം കഴിയുമ്പോഴോ വേദന കുറയുകയും ചെയ്യുന്നു. ഇത് സാധാരണമാണ്. സൈക്ലിക് സ്തനവേദന സാധാരണയായി രണ്ട് സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നു. എന്നിരുന്നാലും ഇത് ഒരു സ്ഥലത്തിൽ കൂടുതൽ തീവ്രമായി അനുഭവപ്പെടാം. അനുഭവപ്പെടുന്ന വേദന വളരെ ചെറിയ തോതിലോ അസ്വസ്ഥത ഉളവാക്കുന്നതോ ആയിരിക്കാം. സ്ഥലങ്ങളിൽ ഫുൾനെസ് അഥവാ ഭാരം തോന്നുക, വേദന, ടെൻഡർനെസ് അഥവാ സ്നിഗ്ധത പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഇത് കാരണം ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുവാനോ സ്ഥലങ്ങളിൽ സ്പർശിക്കുന്നതിനോ പോലും കഴിയാതെ വരുന്നു. സൈക്ലിക് സ്തനവേദനയിൽ ഹോർമോൺ മാറ്റങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ആർത്തവ ചക്രത്തിൽ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും അളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ സ്തനകലകൾ കൂടുതൽ സെൻസിറ്റീവ് ആകുന്നതിനും വേദന ഉളവാക്കുന്നതിനും കാരണമാകും. ഹോർമോൺ മാറ്റങ്ങൾക്ക് പുറമേ മറ്റ് ഘടകങ്ങൾ ചാക്രിക സ്തനവേദനയെ വർദ്ധിപ്പിക്കും. ഉദാഹരണത്തിന് ഫൈബ്രോസിസ്റ്റിക് സ്തന മാറ്റങ്ങൾ വേദനയ്ക്ക് കാരണമാകാം. ചില സ്ത്രീകൾക്ക് ഫൈബ്രോസിസ്റ്റിക് സ്തനകലകൾ കണ്ടുവരുന്നു. ഇത് സ്തനവേദനയ്ക്കും ആർദ്രതയ്ക്കും കാരണമാകും. പ്രത്യേകിച്ച് ആർത്തവ ചക്രത്തിനോടനുബന്ധിച്ച് സ്തനവേദനയ്ക്ക് ഇത് കാരണമാകാം. അതുപോലെ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും പോലുള്ള വൈകാരിക പ്രശ്നങ്ങൾ ശരീരത്തിൻ്റെ ഹോർമോൺ സന്തുലിതാവസ്ഥയെ നേരിട്ട് ബാധിക്കും. ഇത് ചാക്രിക സ്തനവേദനാ ലക്ഷണങ്ങളെ കൂടുതൽ വഷളാക്കും. അതുപോലെ കഫീൻ്റെ ഉപഭോഗവും ഉയർന്ന കൊഴുപ്പടങ്ങിയ ഭക്ഷണക്രമം പോലുള്ള ചില ഭക്ഷണ ഘടകങ്ങളും സ്തനവേദനയ്ക്ക് കാരണമാകും എന്ന് കരുതുന്നു.
കഫീൻ കഴിക്കുന്നത് പരിമിതപ്പെടുത്തുന്നതും ആരോഗ്യകരമായ ഭക്ഷണക്രമം നിലനിർത്തുന്നതും ലക്ഷണങ്ങളെ ലഘൂകരിക്കുവാൻ സഹായിച്ചേക്കാം. അതുപോലെ ഹോർമോൺ ഗർഭനിരോധന മാർഗങ്ങൾ അല്ലെങ്കിൽ ഹോർമോൺ മാറ്റിവെക്കൽ തെറാപ്പി പോലുള്ള ചില മരുന്നുകൾ ഹോർമോണിൻ്റെ അളവിനെ ബാധിക്കുകയും ചാക്രിക സ്തനവേദനയ്ക്ക് കാരണമാകുകയോ അല്ലെങ്കിൽ വഷളാക്കുകയോ ചെയ്തേക്കാം. സ്തനങ്ങളുടെ വലിപ്പവും അവയുടെ ഘടനയും ചിലപ്പോൾ വേദനയ്ക്ക് കാരണമാകാം. അതായത് വലിയ സ്തനങ്ങൾ ഉള്ളവരോ കൂടുതൽ ഗ്രന്ഥികലകൾ ഉള്ള സ്തനങ്ങളുള്ളവരിലോ ചാക്രിക സ്തനവേദന അഥവാ സൈക്ലിക് സ്തനവേദന ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സൈക്ലിക് സ്തനവേദനയുടെ രോഗനിർണയത്തിൽ മെഡിക്കൽ ചരിത്രം, ശാരീരിക പരിശോധന, ഇമേജിംഗ് പരിശോധനകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സമഗ്രമായ വിലയിരുത്തൽ ഉൾപ്പെടുന്നു. സമാനമായ ലക്ഷണങ്ങൾക്ക് കാരണമായേക്കാവുന്ന മറ്റ് അവസ്ഥകൾ കൊണ്ടല്ല വേദന ഉണ്ടാകുന്നത് എന്ന് വേർതിരിച്ചറിയേണ്ടതിന് ഇത്തരം പരിശോധനകൾ നിർണായകമാണ്. മെഡിക്കൽ ചരിത്രം വിലയിരുത്തുന്നതിനായി രോഗിയുടെ വേദനയുടെ ദൈർഘ്യം, തീവ്രത, ആർത്തവ ചക്രവുമായി ബന്ധപ്പെട്ടാണോ വേദന ഉണ്ടാകുന്നത് എന്നിവയെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നു. സ്തനവീക്കം അല്ലെങ്കിൽ ആർദ്രത പോലുള്ള ഏതെങ്കിലും അനുബന്ധ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നും അന്വേഷിക്കുന്നു. കൂടാതെ മുൻ സ്തന അവസ്ഥകൾ അല്ലെങ്കിൽ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ചരിത്രത്തെക്കുറിച്ചും ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇതുകൂടാതെ സ്തനങ്ങളിൽ ഏതെങ്കിലും അസാധാരണത്വങ്ങൾ ഉണ്ടോ എന്ന് വിലയിരുത്തുന്നതിനായി സ്തനങ്ങളുടെ സമഗ്രമായ ശാരീരിക പരിശോധനയും നടത്തുന്നു. മുഴകളോ ആർദ്രതയുടെ ഭാഗങ്ങളോ പരിശോധിക്കുന്നതിനായി സ്തനങ്ങൾ പരിശോധിക്കുന്നതിനൊപ്പം അണുബാധയുടെയോ മാരകമായ മറ്റ് അവസ്ഥകളുടെയോ ലക്ഷണങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കുന്നതിനായി കക്ഷത്തിലെ ലിംഫ് നോഡുകളും പരിശോധിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ സ്തനകലകളെക്കുറിച്ച് കൂടുതൽ വിലയിരുത്തുന്നതിനായി ഇമേജിംഗ് ടെസ്റ്റുകൾ ശുപാർശ ചെയ്തേക്കാം. സിസ്റ്റുകൾ അല്ലെങ്കിൽ ട്യൂമറുകൾ പോലുള്ള ഏതെങ്കിലും അടിസ്ഥാന അസാധാരണത്വങ്ങൾ കണ്ടെത്തുന്നതിനായി മാമോഗ്രാഫി പരിശോധന സാധാരണയായി ഉപയോഗിക്കുന്നു. സ്തനകലകളുടെ വിശദമായ ചിത്രങ്ങൾ ലഭിക്കുന്നതിനും ഘടനാപരമായ അസാധാരണത്വങ്ങൾ ഒഴിവാക്കുന്നതിനും അൾട്രാസൗണ്ട് പരിശോധനയും ശുപാർശ ചെയ്തേക്കാം. സ്തനങ്ങളിലെ ഫൈബ്രോസിസ്റ്റിക് മാറ്റങ്ങൾ, മാസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ സ്തനാർബുദം പോലുള്ള സ്തനവേദനയ്ക്ക് കാരണമാകാവുന്ന മറ്റവസ്ഥകൾ ഇല്ല എന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം രോഗനിർണയ പരിശോധനകളിൽ എന്തെങ്കിലും ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ വെളിപ്പെടുകയോ അതല്ലെങ്കിൽ വേദന സൈക്ലിക് വേദനയുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിലോ അടിസ്ഥാന കാരണം കണ്ടെത്തുന്നതിനായി കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വന്നേക്കാം. സൈക്ലിക് സ്തനവേദനയ്ക്കുള്ള ചികിത്സാ ഓപ്ഷനുകൾ അസ്വസ്ഥത ലഘൂകരിക്കുന്നതിലും ലക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ചില ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുന്നത് സൈക്ലിക് സ്തനവേദനയുടെ തീവ്രത കുറയ്ക്കുവാൻ സഹായിക്കും. സ്തനങ്ങൾക്ക് അനുയോജ്യമായ ബ്രാ ധരിക്കുന്നത് വേദനയുടെ തീവ്രത കുറയ്ക്കുന്നതിന് സഹായകരമാകും. കഫീനും മറ്റ് ഉത്തേജകങ്ങളും ഒഴിവാക്കുക, പതിവ് വ്യായാമത്തിൽ ഏർപ്പെടുക എന്നിവയും ഗുണം ചെയ്യും. വേദനാസംഹാരികൾ സ്തനവേദനയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം നൽകും. എന്നിരുന്നാലും നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ മരുന്നുകൾ കഴിക്കുകയും അതേസമയം വേദന തുടരുകയോ വഷളാവുകയോ ചെയ്താൽ ആരോഗ്യ വിദഗ്ധനെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. ചാക്രിക സ്തനവേദന അഥവാ സൈക്ലിക് സ്തനവേദന കഠിനമോ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്നതോ ആയ സന്ദർഭങ്ങളിൽ ഹോർമോൺ തെറാപ്പികൾ നിർദ്ദേശിക്കപ്പെട്ടേക്കാം. സ്തനവേദനയ്ക്ക് കാരണമാകാവുന്ന ഹോർമോൺ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കുക വഴി വേദന ലഘൂകരിക്കപ്പെടുന്നു. ഇതുവരെ ഞാൻ സംസാരിച്ചത് ചാക്രിക സ്തനവേദന അഥവാ സൈക്ലിക് സ്തനവേദനയെക്കുറിച്ചാണ്. ഇനി ചാക്രികമല്ലാത്ത സ്തനവേദന അഥവാ നോൺ സൈക്ലിക് ബ്രസ്റ്റ് പെയിനെ കുറിച്ച് പരിശോധിക്കാം. ചാക്രികമല്ലാത്ത സ്തനവേദന എന്നത് ആർത്തവ ചക്രവുമായി ബന്ധമില്ലാത്ത അസ്വസ്ഥതയോ വേദനയോ സൂചിപ്പിക്കുന്നു. ആർത്തവത്തിന് മുമ്പോ ആർത്തവ സമയത്തോ സാധാരണയായി അനുഭവപ്പെടുന്ന ചാക്രിക സ്തനവേദനയിൽ നിന്ന് വ്യത്യസ്തമായി ചാക്രികമല്ലാത്ത അതായത് നോൺ സൈക്ലിക് ബ്രസ്റ്റ് പെയിൻ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇത് പലപ്പോഴും ഹോർമോൺ മാറ്റങ്ങളുമായി ബന്ധമില്ലാത്തവയാണ്. ചാക്രികമല്ലാത്ത സ്തനവേദന അഥവാ നോൺ സൈക്ലിക് സ്തനവേദനയുടെ പ്രത്യേകത വേദന ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ സ്ഥിരമായ മങ്ങിയ വേദന അല്ലെങ്കിൽ മൂർച്ചയുള്ള കുത്തേറ്റ പോലുള്ള വേദന എന്നിവ അനുഭവപ്പെടാം. വേദനയുടെ തീവ്രതയിൽ വ്യത്യാസമുണ്ടാകാം. കൂടാതെ സ്തനങ്ങളിൽ ടെൻഡർനെസ് അഥവാ സ്നിഗ്ധത, സ്തനങ്ങളിൽ വീക്കം അല്ലെങ്കിൽ സ്തനങ്ങളിൽ ഭാരം തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. നോൺ സൈക്ലിക് സ്തനവേദനയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട്. പ്രാഥമിക ഘടകങ്ങളിലൊന്ന് മസ്കുലോ സ്കെലിറ്റൽ പ്രശ്നങ്ങളാണ്. മോശം അംഗവിന്യാസം, പേശി പിരിമുറുക്കം,
അല്ലെങ്കിൽ നെഞ്ചിലെ പേശികൾക്കുണ്ടാകുന്ന പരിക്ക് എന്നീ സാഹചര്യങ്ങൾ സ്തനങ്ങളിൽ വേദനയ്ക്ക് കാരണമാകാം. ശാരീരിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നെഞ്ചിലെ സമ്മർദ്ദം എന്നിവയാൽ ഇത്തരത്തിലുള്ള വേദന പലപ്പോഴും വഷളാകുന്നു. സ്തനകലകൾക്കുള്ളിൽ വികസിക്കുന്ന ചെറിയ ദ്രാവകം നിറഞ്ഞ സഞ്ചികളായ സ്തന സിസ്റ്റുകൾ നോൺ സൈക്ലിക് സ്തനവേദനയ്ക്ക് കാരണമാകും. ഈ സിസ്റ്റുകൾ സ്തനത്തിൽ മുഴകളായി അനുഭവപ്പെടുകയും അസ്വസ്ഥതയോ വേദനയോ ഉണ്ടാക്കുകയും ചെയ്തേക്കാം. നോൺ സൈക്ലിക് സ്തനവേദനയ്ക്ക് കാരണമാകുന്ന മറ്റ് ഘടകങ്ങളിൽ ചതവ് അല്ലെങ്കിൽ പരിക്ക്, സ്തന അണുബാധകൾ, ചില മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്നു. ആർത്തവ വിരാമ സമയത്തുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളോ ഹോർമോൺ മാറ്റിസ്ഥാപിക്കൽ തെറാപ്പിയുടെ ഉപയോഗമോ സ്തനവേദനയുമായി ബന്ധപ്പെട്ടിരിക്കാം. സ്തനങ്ങളിൽ സംഭവിക്കുന്ന നേരിട്ടേൽക്കുന്ന ആഘാതം, പരിക്കുകൾ പോലുള്ള സ്തനത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവ ചാക്രികമല്ലാത്ത സ്തനവേദന അഥവാ നോൺ സൈക്ലിക് സ്തനവേദനയ്ക്ക് കാരണമാകും. മാസ്റ്റൈറ്റിസ് പോലുള്ള സ്തന അണുബാധകൾ എന്നിവ നോൺ സൈക്ലിക് സ്തനവേദനയ്ക്ക് കാരണമാകും. സ്തനകലകളിൽ ദോഷകരമല്ലാത്ത മുഴകളും സിസ്റ്റുകളും ഉണ്ടാകുന്നത് ഉൾപ്പെടുന്ന ഫൈബ്രോസിസ്റ്റിക് സ്തന മാറ്റങ്ങൾ അസ്വസ്ഥതയ്ക്കും വേദനയ്ക്കും കാരണമാകും. രോഗനിർണയ പ്രക്രിയയിലെ ആദ്യപടി വിശദമായ ഒരു മെഡിക്കൽ ചരിത്രം ശേഖരിക്കുക എന്നതാണ്. വേദനയുടെ സ്വഭാവം, അതിൻ്റെ ദൈർഘ്യം, ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ച് അന്വേഷിക്കുന്നു. സ്തനാർബുദത്തിൻ്റെ മുൻകാല ശസ്ത്രക്രിയകൾ, ആഘാതം അല്ലെങ്കിൽ കുടുംബചരിത്രം എന്നിവയെക്കുറിച്ചും അന്വേഷിക്കുന്നു. മെഡിക്കൽ ചരിത്രം ശേഖരിച്ച ശേഷം സ്തനങ്ങളുടെ സമഗ്രമായ ശാരീരിക പരിശോധന നടത്തുന്നു. മുഴകളുടെ സാന്നിധ്യം, ടെൻഡർനെസ് അഥവാ ആർദ്രത അല്ലെങ്കിൽ സ്തനങ്ങളുടെ ഘടനയിലെ മാറ്റങ്ങൾ എന്നിവ തിരിച്ചറിയുവാനായി സ്തനങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുന്നു. അണുബാധയുടെയോ മാരകമായ മറ്റവസ്ഥകളുടെയോ സാന്നിധ്യം വിലയിരുത്തുവാനായി ചുറ്റുമുള്ള ലിംഫ് നോഡുകളും പരിശോധിക്കുന്നു. മെഡിക്കൽ ചരിത്രത്തിനും ശാരീരിക പരിശോധനയ്ക്കും പുറമെ നോൺ സൈക്ലിക് സ്തനവേദന സമഗ്രമായി വിലയിരുത്തുന്നതിനായി ഇമേജിംഗ് പരിശോധനകൾ പലപ്പോഴും ശുപാർശ ചെയ്യപ്പെടുന്നു. ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്ന ഇമേജിംഗ് രീതി മാമോഗ്രാഫിയാണ്. ഇത് സ്തനകലകളുടെ വിശദമായ എക്സ്റേ ചിത്രങ്ങൾ നൽകുന്നു. വേദനയ്ക്ക് കാരണമായേക്കാവുന്ന സിസ്റ്റുകൾ അല്ലെങ്കിൽ ട്യൂമറുകൾ പോലുള്ള അസാധാരണത്വങ്ങൾ കണ്ടെത്തുവാൻ മാമോഗ്രാം സഹായിക്കും. എന്നാൽ ഈ പരിശോധനാ രീതി ചെറുപ്പക്കാരിൽ ചില പ്രത്യേക ഘട്ടങ്ങളിലൊഴികെ ശുപാർശ ചെയ്യുന്നില്ല. അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് പോലുള്ള അധിക ഇമേജിംഗ് പരിശോധനകൾ നിർദ്ദേശിക്കപ്പെട്ടേക്കാം. മുഴകളും ദ്രാവകം നിറഞ്ഞ സിസ്റ്റുകളും തമ്മിൽ വേർതിരിച്ചറിയുവാൻ അൾട്രാസൗണ്ട് പരിശോധന സഹായിക്കും. രോഗനിർണയ പ്രക്രിയയിൽ സ്തനാർബുദം പോലുള്ള ഗുരുതരമായ അവസ്ഥകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് പ്രധാനമാണ്. മെഡിക്കൽ ചരിത്രം, ശാരീരിക പരിശോധന അല്ലെങ്കിൽ ഇമേജിംഗ് പരിശോധനകൾ എന്നിവയിൽ എന്തെങ്കിലും സംശയാസ്പദമായ കണ്ടെത്തലുകൾ കണ്ടെത്തിയാൽ ബ്രസ്റ്റ് ബയോപ്സി പോലുള്ള കൂടുതൽ പരിശോധനകൾ ശുപാർശ ചെയ്തേക്കാം. നോൺ സൈക്ലിക് സ്തനവേദനയ്ക്ക് മരുന്നുകൾ ആശ്വാസം നൽകും. വേദനയ്ക്കുള്ള മരുന്നുകൾക്ക് പുറമെ ജീവിതശൈലി മാറ്റങ്ങൾ ചാക്രികമല്ലാത്ത അഥവാ നോൺ സൈക്ലിക് സ്തനവേദന കുറയ്ക്കുവാൻ സഹായിക്കും. സ്തനങ്ങൾക്ക് അനുയോജ്യമായ സപ്പോർട്ടീവ് ബ്രത്ത് ധരിക്കുന്നത് അസ്വസ്ഥതകൾ ലഘൂകരിക്കുന്നു. കഫീൻ ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും. നോൺ സൈക്ലിക് അഥവാ ചാക്രികമല്ലാത്ത സ്തനവേദന കഠിനമോ സ്ഥിരമോ ആണെങ്കിൽ ഓറൽ ഗർഭനിരോധന മാർഗങ്ങൾ അല്ലെങ്കിൽ ഹോർമോൺ മാറ്റിസ്ഥാപിക്കൽ തെറാപ്പി പോലുള്ള ഹോർമോൺ തെറാപ്പി എന്നിവ വേദനയ്ക്ക് കാരണമായേക്കാവുന്ന ഹോർമോൺ അസന്തുലിതാവസ്ഥ നിയന്ത്രിക്കുവാൻ സഹായിക്കും. സ്തനവേദന സാധാരണയായി ആശങ്കയ്ക്ക് കാരണമാകുന്നില്ലെങ്കിലും ഉടനടി വൈദ്യസഹായം ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്ന ചില മുന്നറിയിപ്പ് അടയാളങ്ങൾ മനസ്സിലാക്കി വയ്ക്കുകയും അവയുടെ ഏതെങ്കിലും തരത്തിലുള്ള സാന്നിധ്യം അനുഭവപ്പെടുകയാണെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതും പ്രധാനമാണ്. സ്തനത്തിലോ കക്ഷത്തിലോ പുതിയ മുഴ അല്ലെങ്കിൽ മാസ്, സ്തനത്തിൻ്റെ വലിപ്പത്തിലോ ആകൃതിയിലോ ഉള്ള മാറ്റങ്ങൾ, മുലക്കണ്ണ് സ്രവം, പ്രത്യേകിച്ച് അത് രക്തരൂക്ഷിതമോ തെളിഞ്ഞതോ ആയിരിക്കുക, മുലക്കണ്ണ് ഉള്ളിലേക്ക് വലിയുക, സ്തനത്തിലെ ചർമ്മത്തിലെ മാറ്റങ്ങൾ, ഉദാഹരണത്തിന് ചുവപ്പ്, ചുഴി അല്ലെങ്കിൽ ചുളിവ്, മാറാത്ത സ്ഥിരമായ സ്തനവേദന എന്നീ ലക്ഷണങ്ങൾ കൂടുതൽ ഗുരുതരമായ അവസ്ഥയെ സൂചിപ്പിക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ ഉടനടിയുള്ള വൈദ്യസഹായം പ്രധാനമാണെന്ന് ഓർമ്മിക്കുക. എല്ലാ പ്രായത്തിലുമുള്ള പ്രായപൂർത്തിയായ സ്ത്രീകൾ മാസത്തിൽ ഒരിക്കലെങ്കിലും സ്തനങ്ങൾ സ്വയം പരിശോധിക്കണം. കൃത്യമായ ആർത്തവം ഉള്ളവർ ആർത്തവം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം പതിവായി ഒരു ദിവസം സ്തനങ്ങളുടെ സ്വയം പരിശോധനയ്ക്കായി തിരഞ്ഞെടുക്കുക. ആർത്തവ വിരാമം എത്തിയവരും വളരെ ക്രമരഹിതമായ ആർത്തവമുള്ളവർക്കും ഓരോ മാസവും ഏതെങ്കിലും ഒരു ദിവസം കൃത്യമായി തിരഞ്ഞെടുക്കാം. പരിശോധനയിൽ മാറ്റങ്ങൾ കണ്ടെത്തിയാൽ
ഡോക്ടറെ കണ്ട് ആവശ്യമുള്ള മറ്റ് പരിശോധനകൾ നടത്തുക. വർഷത്തിലൊരിക്കൽ ഡോക്ടറെ നേരിട്ടുള്ള പരിശോധനകൾ നടത്തുന്നതും നല്ലതാണ്. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ. നന്ദി.